ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ചേമ്പും പൂ വെച്ചിട്ട് നല്ലൊരു കറി തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ചേമ്പിൻ്റെ പൂവ് പറിച്ചെടുക്കണം. ഇതുപോലുള്ള പൂവാണ് നമ്മൾ പറിച്ചെടുക്കേണ്ടത് കേട്ടോ. നമ്മൾ കത്തി വെച്ചത് മുറിച്ചെടുത്താലും മതിയേ. അപ്പൊ അതെ, നമ്മൾ ചേമ്പിന്റെ പൂവൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കൊല എടുക്കരുത് കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ എടുക്കാൻ പാടില്ലേ, ഇത് നമുക്ക് ഒഴിവാക്കണം കേട്ടോ. അപ്പൊ ഇതെടുത്തത് നല്ല ചൊറിച്ചിലുണ്ടാവും. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നോക്കി നമ്മൾ എടുക്കട്ടെ. ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. അപ്പൊ ഇതൊക്കെ ഉണ്ടോ, അത് പെട്ടെന്ന് ചീഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും എടുക്കണ്ട. നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ ആ വിരിഞ്ഞു വരുന്ന ആ ടൈമിലുള്ളത് നോക്കി എടുക്കണേ. നമുക്കിതൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ ഇത് ചില ആളുകൾ എടുക്കാറുണ്ട്, ഇത് എടുക്കൂല കേട്ടോ. ഇത് ഭയങ്കര ചൊറിച്ചിലായിരിക്കും. ഇത് നമ്മള് നുള്ളി ഒഴിവാക്കും കേട്ടോ. അപ്പൊ ഇത് എടുക്കുകയും ചെയ്യാം. ഇത് എടുക്കാത്തവരുണ്ട് കേട്ടോ. ചിലവർ പറയും എടുക്കാൻ പാടില്ല, ചിലവർ പറയും എടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞത് കേൾക്കാം. അപ്പൊ ഞാനിത് എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്റെ അടുത്ത വീട്ടിലെ താത്ത പറഞ്ഞത് എന്താണ് കേട്ടോ, ഇത് വെക്കാറുണ്ട്, അപ്പം വെച്ച് നോക്കുക. അപ്പൊ ഞാൻ വെച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാന്ന് കരുതി കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് അരിഞ്ഞെടുക്കുന്ന നല്ല, അല്ലെങ്കിൽ കൈക്ക് ചൊറിച്ചിൽ വരും കേട്ടോ. ഒന്ന് ശരിക്കും നോക്കുക, ഉറുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് കൈകി എടുത്താൽ മതി. എന്തൊരു പൊടിയാണല്ലോ ഇതിലൊക്കെ. ഇത് പറിച്ച സമയത്ത് തന്നെ ചെറിയതായിട്ട് ഊരിപ്പോയിട്ടുണ്ടേ. അപ്പൊ അതുകൊണ്ട് ചെലീൻ്റെ ഉള്ളിലൊന്നുമില്ല. പറിച്ച നമ്മൾ എടുക്കുന്ന സമയത്ത് അങ്ങോട്ട് ഊരിപ്പോയി അവിടുന്ന് തന്നെ. നമുക്കിതിങ്ങനെ ചുറ്റി പിടിച്ച് പിന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഒഴിവാക്കാം. അപ്പൊ അതേ, നമ്മള് ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിന്റെ തുഞ്ചത്തുള്ള ഇത് എടുത്തിട്ടുണ്ട്. ഇത് രസമാണ് കേട്ടോ. നമ്മൾ ഇട്ടാല് കുറച്ചൊരു മുഴുപ്പുണ്ടാവും കറിക്കൊക്കെ. അപ്പൊ ഞാനിത് വെള്ളം പറഞ്ഞ് നമുക്കിത് 2-3 പ്രാവശ്യമായിട്ടൊന്ന് കഴുകി എടുക്കണം കേട്ടോ. അപ്പൊ കൈയോടൊന്ന് കുഴച്ച് കഴുകാൻ നിൽക്കണ്ട. അഥവാ പിന്നെ ചൊറിഞ്ഞാല് പണിയാവണ്ടല്ലോ. പിന്നെ കയ്യിലെടുത്തൊന്ന് ഇളക്കി നന്നായി കഴുകിയാൽ മതി. 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ കഴുകി എടുക്കാം കേട്ടോ. അപ്പൊ ഇത് നമ്മളിത് കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടെടുക്കാം. അതിന് അത്യാവശ്യം വേവൊക്കെ ഉണ്ട്. നമ്മൾ കുക്കറിൽ ഒരു 3-4 പിന്നെ വിസിലടുപ്പിക്കാൻ നല്ലത് കേട്ടോ. അപ്പൊ ഇതൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ടെടുക്കാം. ഒരു 5-6 കാന്താരി മുളകും കൂടി. ഇത് ഇടുമ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. കാന്താരി അതാണ് നല്ലത്. അല്ലെങ്കിൽ സാധാ പച്ചമുളക് ഇട്ടെടുത്താലും മതി.
ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ, അടച്ചു വെച്ചിട്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി തേങ്ങ ചെറുകിയെടുക്കാം. അപ്പൊ നമ്മൾ കുറച്ച് തേങ്ങ എടുത്താൽ മതി. നമ്മളൊക്കെ തേങ്ങ അരച്ച് കറി വെക്കുന്നതിലൊക്കെ കുറച്ച് തേങ്ങ ഇടുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ വേണ്ട സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയെടുക്കാം, അരച്ചെടുക്കണേ. നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ചെറിയുള്ളിയും പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം കേട്ടോ. കുമിൻ സീഡ് ആണ് കേട്ടോ എടുത്തത്, നല്ല ജീരകം. ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കണേ. അപ്പൊ നമ്മൾ ചേമ്പുകല നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. ഒരു 4-5 വിസിലൊക്കെ ഇതിന് അടിച്ചിട്ടുണ്ടേ. ശരിക്കും വെന്തിട്ടുണ്ട് കേട്ടോ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം കഴുകി വെച്ചിട്ട്. ഈ കാന്താരി മുളകൊക്കെ ഇതിൽ ഉടഞ്ഞിക്കോളും. ഇനി നമുക്ക് അരച്ചു വെച്ച തേങ്ങല്ലേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ചുവറ്റിപ്പാരാ കേട്ടോ. നമുക്കതൊന്നും കൂടി തീ കത്തിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇത്തിരി മോരൊഴിക്കാം. നിങ്ങൾക്ക് മോരില്ലാത്തവർക്ക് പുളിയാണ് ഇഷ്ടം വെച്ചെങ്കിൽ പുളി ഒഴിക്കാം കേട്ടോ. ഇത്തിരി പുളി പിഴിഞ്ഞൊഴിച്ചാലും മതി, അല്ലെങ്കിൽ മോരുള്ളവർക്ക് മോര് ഒഴിച്ചു കൊടുക്കാം. മോരാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളി കുറവുള്ള, അധികം പുളി വേണ്ട കേട്ടോ. തൈരോ മോരോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മോരുള്ളവർക്ക് മോര് ഒഴിക്കാം, തൈരുള്ളവർക്ക് തൈര് ഒന്ന് മിക്സിന്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ പാത്രത്തിലിട്ട് 1 സ്പൂൺ ഒന്ന് അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തതാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വറവിട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് വറവിട്ടെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. നമുക്കൊന്ന് വറവിടാം കേട്ടോ. വെളിച്ചെണ്ണയിൽ പൊട്ടിച്ച് വറവിട്ട് ഒഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. നമ്മൾ ശരിക്കും ഒരു പരിപ്പ് കറി വെച്ച പോലെ ഉണ്ട്. ഇതിൽ പരിപ്പ് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഇടേണ്ട ഒരു ആവശ്യമില്ല. നല്ല മുഴുപ്പുള്ളൊരു കറിയാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൽ ഒഴിച്ച് കഴിച്ചാൽ ഇത് മതിയാവില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വീട്ടിലുള്ളവരൊക്കെ അത് ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.